ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ഹരീഷ് ഫുഡ് കഴിക്കാൻ വരുന്നുണ്ട് ഉച്ചയ്ക്ക്. പക്ഷേ നിധിയെ ഫേസ് ചെയ്യാൻ പറ്റാതെ ഹരീഷ് ഫുഡ് കഴിക്കാൻ നിൽക്കുന്നില്ല കേട്ടോ. അപ്പോൾ തിരിച്ച് പോവുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ നികേഷ് പറയുന്നുണ്ട്, കഴിച്ചിട്ട് പോവാം, ഏട്ടത്തി ഉള്ളതല്ലേ. അതൊരു കാര്യം മറന്നു എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവാണ് കേട്ടോ. അപ്പം നമ്മുടെ നികേഷിന് നിധിക്കും കാര്യം മനസ്സിലായി. എത്ര നാളെന്ന് വെച്ചാൽ ഈ ഓടി മറിഞ്ഞെന്ന് നിധി നികേഷിനടുത്ത് പറയുന്നുണ്ട്. അപ്പം നികേഷ് പറയുന്നുണ്ട് അത് 2-3 ദിവസത്തേക്ക് കാണും, അത് കഴിഞ്ഞാൽ ഓക്കെ ആയിക്കോളൂ എന്ന്. അതിനുശേഷം നിധിയും നികേഷും കൂടെ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. നികേഷ് മുട്ട പൊരിക്കുന്നത് കണ്ട് നിധി ചോദിക്കുന്നുണ്ട്, അപ്പോൾ സുഭാഷിന് മാത്രമല്ല ഇയാൾക്കും പാചകം അറിയാമല്ലേ. അപ്പോൾ നികേഷ് പറയുന്നുണ്ട്, വീട്ടിൽ എല്ലാവർക്കും ഒരുവിധം എല്ലാവർക്കും അറിയാം, പിന്നെ സുഭാഷ് ഏട്ടൻ ആരെക്കൊണ്ടും അങ്ങനെ ചെയ്യിപ്പിക്കാറില്ല, ഞങ്ങളാരും കഷ്ടപ്പെടുന്നത് ഏട്ടന് ഇഷ്ടമല്ല, അതാ. അപ്പം നിധി ചോദിക്കുന്നുണ്ട്, അമ്മ എങ്ങനെ മരിച്ചതെന്ന്. അപ്പം നികേഷ് പറയുന്നുണ്ട്, അത് എനിക്കങ്ങനെ ഓർമ്മയില്ല, ഞാനന്ന് കുഞ്ഞായിരുന്നു, ഒരു 12 വയസ്സുണ്ടാവും. ആ പ്രായത്തിൽ എൻ്റെ അമ്മയും അച്ഛനും എല്ലാം സുഭാഷ് ഏട്ടൻ തന്നെയാണ്, എൻ്റെ മാത്രമല്ല ഞങ്ങൾ എല്ലാവരുടെയും. ആ പ്രായം മുതൽ ഞങ്ങൾക്ക് വേണ്ടി പാചകം ചെയ്ത് തുടങ്ങിയതാണ്, അതിപ്പോഴും തുടരുന്നുണ്ട്. സുഭാഷ് ഏട്ടൻ ഇല്ലായിരുന്നെങ്കിൽ ഈ വീടേ ആകില്ല, പക്ഷേ ജീവനോടെ ഉണ്ടാവുമോ തന്നെ അറിയില്ല. സുധീഷ് ഏട്ടൻ കല്യാണം കഴിച്ചുകൊണ്ട് വന്നപ്പോൾ അമ്മയുടെ സ്ഥാനത്ത് ഇപ്പോൾ ഒരാളായില്ലേ, അതുകൊണ്ട് ഞാൻ ഏട്ടത്തി അമ്മേനെ വിളിക്കും. ഇതൊക്കെ കേട്ട് നിധിക്ക് എന്തോ പറയണമെന്ന് അറിയില്ല. നിധി വല്ലാതെ വിഷമിക്കും. പിന്നെ രാത്രിയായപ്പോൾ സുഭാഷ് കുക്ക് ചെയ്യായിരുന്നു അടുക്കളയിൽ. അപ്പം നിധി ചെല്ലുന്നുണ്ട്, എന്തെങ്കിലും ഹെൽപ്പ് വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ നിധിയാണെങ്കിൽ വെജിറ്റബിളൊക്കെ എടുത്ത് കഴുകുന്നുണ്ട്. ഇത് കണ്ടിട്ട് നമ്മുടെ സുധീഷിനാണെങ്കിൽ ഭയങ്കര സന്തോഷം. ആ സമയത്ത് അവിടെ ഹരീഷ് ആയിരുന്നു. ഈ സമയത്ത് നികേഷ് വിളിച്ച് പറയുന്നുണ്ട്, ഏട്ടത്തി ഉച്ചയ്ക്ക് ഓടിപ്പോയ ഹരീഷ് ഏട്ടൻ വരുന്നുണ്ടെന്ന്. ഹരീഷ് നിധിക്ക് ഒരു ഗിഫ്റ്റും കൊണ്ടാട്ടോ വന്നത്. അപ്പോഴേക്കും നമ്മുടെ സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, അവൻ ആരോട് വഴക്കിട്ടാലും കോംപ്രമൈസ് ചെയ്യുന്ന രീതി ഇതാ, ഗിഫ്റ്റ് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും. ഇതേ സമയത്ത് സുധീഷ് പറയുന്നുണ്ട്, പക്ഷേ എനിക്കിതുവരെ ഒന്നും തന്നിട്ടില്ല എന്ന്. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, നീ ഉണ്ടാക്കുന്ന വഴക്കിന് ഗിഫ്റ്റ് തരാൻ നിന്നാൽ അവന് ശമ്പളം മതിയാകില്ല. ഒരു കപ്പായിരുന്നു കേട്ടോ ഗിഫ്റ്റ്. നിധിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നിധി പറയുന്നുണ്ട് താങ്ക്സ് എന്നൊക്കെ. അതിനുശേഷം എല്ലാവരും ഫുഡ് കഴിക്കാനിരിക്കുകയാണ്. നിധി പറയുന്നുണ്ട് അച്ഛനെയും കൂടെ വിളിക്കാനെന്ന്. അങ്ങനെ സുഭാഷ് നിന്ന് അച്ഛനെ വിളിക്കുന്നുണ്ട്. അച്ഛൻ ഇത് കേട്ടിട്ട് ഭയങ്കര അത്ഭുതമായിട്ടൊക്കെ നിന്ന് പാട്ടൊക്കെ പാടുന്നുണ്ട്. അങ്ങനെ അച്ഛനും വന്നിരുന്നു. ഭാസ്കരൻ നായർ അവിടെ ഇരുന്ന് വന്ന് ഫുഡ് കഴിക്കുന്ന കണ്ടിട്ട് നമ്മുടെ നിധിക്ക് ഒട്ടും പറ്റുന്നില്ലായിരുന്നു. അവിടെ നിന്ന് തുമ്മയും ചുമക്കുകയൊക്കെ ചെയ്യുന്ന കണ്ടിട്ട് നിധി അങ്ങനെ ഫുഡൊന്നും കഴിക്കുന്നില്ല. അപ്പോൾ നികേഷ് നിധിയെടുത്ത് പറയുന്നുണ്ട്, ഇതുകൊണ്ടാണ് അച്ഛനെ ഇവിടെ ഇരുത്താത്തതെന്ന്. ഇതേസമയം നിധിയുടെ വീട്ടിൽ എല്ലാവരും കൂടെ ഒന്ന് ഫുഡ് കഴിക്കാം കേട്ടോ. ആ സമയത്ത് അരുൺ പറയുന്നുണ്ട്, കാശില്ലെങ്കിലും നല്ലൊരു ഫാമിലിയാണെന്നാണ് ഞാൻ കരുതിയത്. അപ്പം നിധിയുടെ അമ്മ ചോദിക്കുന്നുണ്ട്, എന്താ അരുൺ കാര്യം പറയാനൊക്കെ പറയുന്നു. നമ്മളൊക്കെ വിചാരിക്കുന്നതിനും കാട്ടി മോശമാണ് ആ വീട്. നിധി അവിടെ സേഫ് ആയിരിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ആ തന്ത അയാൾ 2 കെട്ടി. ആദ്യത്തെ ഭാര്യയെ ചവിട്ടിക്കൊന്നിട്ട് അയാൾ ജയിലിൽ പോയതാ. പിന്നെ രണ്ടാമത്തെ ഭാര്യ അതെവിടാണെന്ന് പോലും അറിയില്ല. പോരാത്തതിന് കള്ള് കുടിക്കണം. ഇതൊക്കെ കേട്ടിട്ട് നിധിയുടെ അമ്മ കരയാൻ തുടങ്ങി. നിധിയുടെ അച്ഛൻ സത്യമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അരുണിനോട്. അരുൺ പറയുന്നുണ്ട്, അതെ അച്ഛാ, സത്യമാണ്. നാട്ടിൽ ആരോട് ചോദിച്ചാലും ഇതേ പറയാനുള്ളൂ. പോരാത്തതിന് ആ വീടിനെതിരെ കേസ് നടക്കുന്നുണ്ട്. ആ കേസ് കഴിയുന്നതോടെ ആ വീടും പോവും. ഇവളും ആ 5 ആണുങ്ങളും തെരുവിലാവും. ആളുകൾ പറയുന്നത് പറ്റുമെങ്കിൽ അവളെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോകാനാ. ഒരു നരകമാണത്രേ ആ വീട്. നിധിയുടെ അമ്മ പറയുന്നുണ്ട്, ആ വീട്ടിലെ അവരുടെ അമ്മയുടെ ഗതിയായിരിക്കും എൻ്റെ മോക്ക്. ഇതൊക്കെ കേട്ടിട്ട് നിധിയുടെ അച്ഛൻ ആഹാരമൊന്നും കഴിക്കാതെ എണീറ്റ് പോവാണ്. അതിനുശേഷം നിധി അവിടെ വീടിൻ്റെ ഉമ്മറത്തിരിക്കുകയാണ് കേട്ടോ. നിധിക്ക് കൊതുക് കടിക്കുന്ന കണ്ടിട്ട് നമ്മുടെ സുധീഷ് എന്ന് നിധിക്ക് ഓയിൽമെൻ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട്. നിധി സുധീഷിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഇയാളുടെ കമ്പനി എവിടെയാ, ട്രാവൽസ്. അപ്പോൾ സുധീഷ് മനസ്സിൽ കരുതുന്നുണ്ട്, ഓ അന്ന് തള്ളിയത് മുഴുവനും വെറുതെ ആയല്ലോ എന്ന്. സുധീഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഞാനും ഓഫീസിലോട്ട് വരാമെന്ന്. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഓരോന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നുണ്ട്. ചോദിക്കുന്നുണ്ട്, ചേട്ടൻ ആർക്കിടെക്റ്റ് അല്ലേ? ആർക്കിടെക്റ്റ് അല്ല, ആർക്കിടെക്റ്റ് പോലെ. അപ്പം നിധി പറയുന്നുണ്ട്, സൂപ്പർവൈസർ ആണോ എന്ന്. അപ്പം അതുപോലെ അങ്ങനെ ആർക്കിടെക്റ്റിൻ്റെ പവറുള്ള സൂപ്പർവൈസർ. എപ്പിസോഡിൻ്റെ അവസാനം നിധി ചോദിക്കുന്നുണ്ട്, ചേട്ടൻ്റെ ഓഫീസിൽ എനിക്ക് എന്തെങ്കിലും വേക്കൻസി കാണുമോ എന്ന്. അതോടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു.